രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അല്ലയോ ഭാർഗവരാമ, ഇതാ ഞാൻ വില്ലില് അമ്പ് തൊടുത്തിരിക്കുന്നു. ഈ അമ്പ് എയ്യേണ്ടത് അങ്ങയുടെ നെഞ്ചിലേക്കാണ്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്താ കാരണം എന്നറിയോ? അങ്ങ് തപസ്വിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂജ്യനാണ്. ഇതെല്ലാം എന്റെ ഗുരുജനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യവുമാണ്. എന്ന് മാത്രമല്ല, വിശ്വാമിത്രനുമായും അങ്ങയ്ക്ക് ബന്ധമുണ്ട്. വിശ്വാമിത്രൻ എനിക്ക് അങ്ങേയറ്റം ആദരണീയനാണ്. ആ കാരണത്താൽ തസ്മാത് ശക്തോ നതേ രാമ മോക്തും പ്രഹരണം ശരം. അതുകൊണ്ട് അല്ലയോ രാമ, അങ്ങയുടെ മാറിടത്തിലേക്ക് അമ്പിനെ ഞാൻ അയക്കുന്നില്ല. ഈ അമ്പ് എയ്തുവിടാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നിട്ടും ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ഈ വില്ല് സാധാരണ വില്ലല്ല. ഇതിൽ അമ്പ് തൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ലക്ഷ്യം ഉണ്ടായേ കഴിയുള്ളൂ. അല്ലയോ രാമ, അതിനൊരു ലക്ഷ്യം ഞാൻ കാണുന്നു. ആ ലക്ഷ്യം ഇതാണ്. ഒന്ന്, അങ്ങയുടെ ദിവ്യലോകങ്ങൾ തപസ്സുകൊണ്ട്, ഏറെക്കാലത്ത് തപസ്സുകൊണ്ട് അങ്ങ് നേടിയിരിക്കുന്നതായ ദിവ്യലോകങ്ങൾ. വേറൊന്നോ, അങ്ങയ്ക്ക് വളരെ വേഗത്തിൽ ഒരിടത്ത് നിന്ന് വേറിടത്തേക്ക് എത്താൻ കഴിയും. അതും തപസ്സുകൊണ്ട് നേടിയതായ കഴിവാണ്. ഇതിനെ രണ്ടിനെയും ഞാൻ ഈ അമ്പിന് ലക്ഷ്യമാക്കാൻ പോകുന്നു. ഇത് രണ്ടും അങ്ങയ്ക്ക് ഉടനെ തന്നെ നഷ്ടപ്പെടും എന്നറിഞ്ഞുകൊള്ളുക. അതല്ലാതെ ഈ തൊടുത്തതായ അമ്പ് നിസ്സാരമായിട്ട് ഉപസംഹരിക്കുക പാടില്ല. ഇങ്ങനെ വരായുധതരം രാമം ദ്രഷ്ടം സർഷികണാസുരാഹ, ഇങ്ങനെ രാമൻ പറയുന്ന അവസരത്തില് ആ വൈഷ്ണവമായ ദിവ്യായുധം, ആ വില്ല് ഏന്തി നിൽക്കുന്ന, അതിൽ അമ്പ് തൊടുത്ത് നിൽക്കുന്ന ശ്രീരാമചന്ദ്രനെ, ദാശരഥി രാമനെ കാണാനായിട്ട് അന്തരീക്ഷത്തില് ഋഷിമാരെല്ലാവരും വന്നു ചേർന്നു, ദേവന്മാരെല്ലാവരും വന്നു ചേർന്നു. എന്ന് മാത്രമല്ല, ബ്രഹ്മാവും വന്നു ചേർന്നു. അവരെല്ലാം അന്തരീക്ഷത്തില് അണിനിരന്നു. ഗന്ധർവന്മാരും അപ്സരസുകളും സിദ്ധന്മാരും ചാരണന്മാരും എല്ലാവരും വന്നു ചേർന്നു. ഇത് കണ്ടപ്പോഴേക്കും ലോകം മുഴുവൻ ഭയന്നുപോയി. ലോകം മുഴുവൻ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ആയി തീർന്നു. ആ അവസരത്തില് ജാമദഗ്നിനും ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന രാമനും തന്റെ കരുത്ത് പരിപൂർണമായിട്ടും രാമനിൽ ലയിച്ചു കഴിഞ്ഞു എന്ന് അനുഭവപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ കരുത്ത് സമ്പൂർണമായും അദ്ദേഹത്തിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞു. അങ്ങനെ തപോബലം മുഴുവൻ ഭാർഗവരാമനിൽ നിന്ന് ദാശരഥി രാമനിലേക്ക് പോയി. ആ ദിവ്യലോകങ്ങളെല്ലാം പോയി. ആ അവസരത്തില് ഭാർഗവരാമൻ രാമനെ അംഗീകരിച്ചുകൊണ്ട്, രാമനെ ബഹുമാനിച്ചുകൊണ്ട്, രാമൻ പരമാത്മാവിന്റെ അവതാരം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാമന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് രാമനോട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങ് എനിക്ക് വളരെ വേഗത്തിൽ ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് പോകാനുള്ളതായ ആ കഴിവിനെ ഒരിക്കലും ഇല്ലാതാക്കരുത്. തപസ്സുകൊണ്ട് ഞാൻ നേടിയ ദിവ്യലോകങ്ങളെല്ലാം അങ്ങേക്കിരിക്കട്ടെ. അതെല്ലാം അങ്ങയുടെ ഈ ശരത്തിന് അങ്ങ് പാത്രമാക്കി തീർക്കുക. പക്ഷെ ആ വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവ് അത് എനിക്ക് വേണം.
എന്തുകൊണ്ടെന്നാൽ ഇനി കുറെ കഴിയുമ്പോഴേക്കും രാത്രിയാകും. രാത്രിയായാൽ എനിക്ക് ഈ ഭൂമിയില് ഇവിടെ വസിക്കാൻ പാടില്ല. കാരണം കശ്യപന് ഞാൻ ദാനം ചെയ്തതാണ് ഈ ഭൂമി. അതുകൊണ്ട് രാത്രിയാകുന്നതിന് മുമ്പ് എനിക്ക് മഹേന്ദ്രഗിരിയിൽ എത്തിച്ചേരണം. നടന്നു പോകാമെന്ന് കരുതിക്കഴിഞ്ഞാൽ അനേക നാളുകളുടെ ദൂരമുണ്ട്. അതിനാൽ എന്റെ വേഗതയിലുള്ളതായ ആ ഗതിയെ അങ്ങ് നഷ്ടപ്പെടുത്തരുത്. ദിവ്യലോകങ്ങളെല്ലാം അങ്ങ് ഈ അമ്പിന് ലക്ഷ്യമാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ദാശരഥി രാമനെ വന്ദിക്കുന്നു ഭാർഗവരാമൻ. എന്നിട്ട് ഭാർഗവരാമൻ ദാശരഥി രാമനോട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങ് ആരാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അക്ഷയ്യം മധുഹന്താരം ജാനാമിത്വാം സുരേശ്വരം. അങ്ങ് സകല ദേവന്മാർക്കും ഈശ്വരനായിരിക്കുന്ന മഹാവിഷ്ണു തന്നെയാണ് എന്ന്, നാരായണൻ തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മധു എന്ന് പേരായ അസുരനെ സംഹരിച്ച സാക്ഷാൽ നാരായണനാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ മഹാത്മാവേ, ദേവന്മാരെല്ലാവരും അങ്ങയുടെ ഈ മഹത്വത്തെ കണ്ടുകൊണ്ട് ഇതാ ആകാശത്ത് അണിനിരന്നു നിൽക്കുന്നു. അല്ലയോ ശ്രീരാമചന്ദ്ര മഹാപ്രഭു, എനിക്ക് അങ്ങയുടെ മുന്നിൽ നിന്നിട്ട് എത്രയും വേഗം മഹേന്ദ്രഗിരിയിലേക്ക് മടങ്ങിപ്പോകാനുള്ളതായ അനുവാദം തരണം. രാമനെ സ്തുതിച്ചുകൊണ്ട്, രാമന് പ്രദക്ഷിണം വെച്ചുകൊണ്ട്, തന്റെ തപോബലം മുഴുവൻ രാമനിൽ സമർപ്പിച്ചുകൊണ്ട്, വൈഷ്ണവമായിട്ട് തന്നിലുണ്ടായിരുന്ന ആ ചൈതന്യം, മഹാവിഷ്ണുവിന്റെ അംശാവതാരമാണ് പരശുരാമൻ, ആ ചൈതന്യത്തെ പരിപൂർണമായിട്ടും ദാശരഥി രാമനിൽ സമർപ്പിച്ചുകൊണ്ട്, ദാശരഥി രാമനെ സ്തുതിച്ചുകൊണ്ട്, ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന പരശുരാമൻ തഥ പ്രദക്ഷിണീകൃത്യ ജഗാമ ആത്മഗതിം പ്രഭു. ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് അദ്ദേഹം അവിടെ നിന്ന് തപസ്സിനു വേണ്ടിയിട്ട് മഹേന്ദ്രഗിരിയിലേക്ക് പോയി. ഭയങ്കരമായൊരു വിപത്ത് മുന്നിൽ വന്നു. ആ വിപത്ത് വളരെ ലഘുവായിട്ട് തന്നെ ദൂരീകൃതമായി കഴിഞ്ഞു. വളരെ മംഗളകരമായിട്ട് കാര്യങ്ങളെല്ലാം അവസാനിച്ചു. ദശരഥ മഹാരാജാവ് തന്റെ മക്കളോടൊപ്പം, മരുമക്കളോടൊപ്പം, പുത്രവധുക്കളോടൊപ്പം, ഗുരുവിനോടൊപ്പം, എല്ലാ ബന്ധുജനങ്ങളോടുമൊപ്പം, സൈന്യത്തോടൊപ്പം വളരെ വേഗത്തിൽ യാത്ര ചെയ്തിട്ട് അയോധ്യയിൽ എത്തിച്ചേർന്നു. അയോധ്യാപുരി രാമാദികളെയും ദശരഥ മഹാരാജാവിനെയും അതേപോലെ തന്നെ ജനക മഹാരാജാവിന്റെ മക്കളെയും സീതയെയും ഊർമിളയെയും മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയും എല്ലാം സ്വീകരിക്കാനായിട്ട് അങ്ങേയറ്റം അലങ്കരണങ്ങൾ എല്ലാം അവിടെ വിധാനിച്ച് ആ അയോധ്യ മുഴുവൻ അലങ്കരിച്ച് വലിയൊരു ഉത്സവം ആഘോഷിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു. ഗംഭീരമായ സ്വീകരണമാണ് അവിടെ രാമാദികൾക്ക് ലഭിച്ചത്. ദശരഥ മഹാരാജാവിന് ലഭിച്ചത്, മഹാരാജാവായ ദശരഥൻ തന്റെ മക്കളോടൊപ്പം, പുത്രവധുക്കളോടൊപ്പം, ബന്ധുജനങ്ങളോടൊപ്പം, ഗുരുവിനോടൊപ്പം നാട്ടുകാരുടെ എല്ലാം സ്വീകരണം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ താമസിക്കുന്നു. ഇവിടെയാണ് ബാലകാന്ഡം പൂർത്തിയാകുന്നത്. ബാലകാന്ഡത്തിനകത്ത് ഇനിയൊരു സംഭവം കൂടിയുണ്ട്. അത് യുധാജിത്ത് അവിടെ വന്നിട്ടുണ്ടല്ലോ. ആദ്യം അയോധ്യയിൽ വന്നു. ദശരഥൻ വിദേഹത്താണെന്നറിഞ്ഞിട്ട് അവിടേക്ക് പോയി. ആ വിവാഹത്തിൽ പങ്കെടുത്തു. അദ്ദേഹവും കൂടെയുണ്ട് ഈ ഘോഷയാത്രയില്. കുറെ നാള് കഴിഞ്ഞപ്പോഴേക്കും ദശരഥൻ ഭരതനോട് പറഞ്ഞു, അല്ലയോ ഭരത, യുധാജിത്ത് വന്നിരിക്കുന്നത് ഭരതന്റെ അപ്പൂപ്പനായ കേകയന് ഭരതനെ കാണാൻ വേണ്ടിയിട്ടാണ്.
അതുകൊണ്ട് യുധാജിത്തിനെ സന്തോഷിപ്പിക്കാൻ, കൈകൈ മഹാരാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. അങ്ങനെ കൈകയത്തേക്ക് ചെല്ലുക. യുധാജിത്തിനും വളരെയേറെ സന്തോഷമായി കഴിഞ്ഞു. ഭരതനോടൊപ്പം ശത്രുഘ്നനും പുറപ്പെടുകയാണ്. അങ്ങനെയാണല്ലോ അവർ രണ്ടുപേരും, ഭരതനും ശത്രുഘ്നനും പത്നിമാരോടൊപ്പം അമ്മാവിന്റെ കൂടെ വളരെയേറെ ആർഭാടപൂർണമായ ഒരു ഘോഷയാത്രയായിട്ട് കേകയത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കേകയത്തില് മുത്തച്ഛന്റെ സമീപത്തെത്തി. മുത്തച്ഛൻ വളരെയേറെ സന്തോഷിച്ചു. കൊച്ചുമക്കളെ കണ്ടിട്ട് വളരെ സുഖമായിട്ട് അവർ അവിടെ വാഴുന്നു. ദശരഥനും രാമനും ലക്ഷ്മണനും അവരുടെ വധുക്കളും അതുപോലെ കൗസല്യയും കൈകയും സുമിത്രയും ഗുരുജനങ്ങളും എല്ലാ ബന്ധുജനങ്ങളും അയോധ്യയിലും സുഖമായി വസിക്കുന്നു. ഇവിടെ ബാലകാന്ഡം പൂർണ്ണമാകുന്നു. നാളെ അയോധ്യാകാന്ഡം ആരംഭിക്കും. നാളെ 8:30 ഒരുമിച്ച് ഇതേപോലെ കൂടാം. ഇന്ന് ഫേസ്ബുക്ക് കുറേയേറെ നേരം നഷ്ടപ്പെടുത്തി. എന്തുകൊണ്ടാണ് എന്നറിയില്ല. പിന്നെ വളരെ കഷ്ടിച്ചിട്ട് നമുക്ക് ഇത് തടസ്സം കൂടാതെ തുടർന്ന്, കാലതാമസം വന്നെങ്കിലും തുടർന്ന് നടത്തുവാനുള്ള അവസരം ലഭിച്ചു. നാളെ 8:30 ഒരുമിച്ച് കൂടാം. എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.